ജനനായകൻ റിലീസോടെ തന്നെ നടൻ വിജയുടെ കഷ്ടകാലം അവസാനിക്കുമെന്ന് കരുതിയ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു വിധി തന്നെയാണ് എത്തുന്നത്. ഓഗസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന വിജയ് സംഗീത ദമ്പതികളുടെ വിഷയം മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നതനുസരിച്ച് നോക്കിയാൽ മകൻ അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തി എന്ന് തന്നെയാണ്. സംഗീതയുടെ ആവശ്യപ്രകാരം മകനോട് മാറി ചിന്തിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും മകൻ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് തന്നെയായിരുന്നു മകൻ വരികയെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഓഗസ്റ്റ് പകുതിയോടെ തന്നെ വിജയ് സംഗീത വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെയും ഈ കേസിൻ്റെ അപ്ഡേറ്റുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും പുറത്തുവരാത്തൊരു സാഹചര്യത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി അറിയാൻ വളരെയധികം വ്യാകുലപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. ഓരോ തവണയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും ഇതനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെ ലഭിക്കുകയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കും എത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിൽക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാൻ സാധിക്കുന്നു. ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വിജയും ഭാര്യയും ഒന്നിക്കണമെന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പോരാനെ മകൻ സിനിമയിലേക്ക് വരുന്നതിൽ ആരാധകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മറിച്ച് അത് ഏറ്റെടുക്കാനും പ്രേക്ഷകർ തയ്യാറാണ്. പക്ഷേ അത് വിജയ് സിനിമയ്ക്കോ അല്ലെങ്കിൽ വിജയ്ക്കോ എതിരാവരുത് എന്നത് മാത്രമാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം. മകൻ്റെ സിഗ്മ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വൈറലായ പാട്ടും ഒക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സിഗ്മ റിലീസാവാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെയായിരുന്നു ജനനായകൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് പല തമിഴ് സിനിമകളും മാറ്റി ചിന്തിച്ചത്. ജനനായകനുമായി ബന്ധപ്പെട്ട് ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ തന്നെ റിലീസ് ഡേറ്റ് മാറ്റിയ ഒട്ടനവധി സിനിമകൾ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുപോലെ തന്നെ ലീക്കായ ഒരു HD പ്രിന്റ് സിനിമയാണ് ഇറങ്ങുന്നത് എന്നതും വളരെയധികം സവിശേഷതയോടെയും എന്നാൽ അത് പ്രേക്ഷകരെ ഒന്നും ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ തന്നെ ഗ്രോസായി 250 കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് ഇതിനോടകം അറിയാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ വിജയും ഭാര്യയും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹമാണ് പ്രേക്ഷകർ പറയുന്നത്. ഓഗസ്റ്റ് 15-ന് തീർപ്പ് വരുമ്പോൾ ഇവർ രണ്ടും ഒന്നിക്കണമെന്നും ഇവർ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം മാറണമെന്നുമാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എല്ലാം ഇവരുടെ ഇടയിൽ നടന്ന ചില രാഷ്ട്രീയ കളികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണെന്നാണ് എല്ലാവരും ഭൂരിഭാഗവും വിശ്വസിക്കുന്നത്. എന്താണ് സത്യമെന്നും എന്താണ് നടന്നതെന്നും ഇരുവർക്കും മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹം പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.